ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. നിങ്ങൾക്കറിയാം, കുടുംബത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് നമുക്കുള്ളത്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ വളർന്നിപ്പോൾ അണുകുടുംബങ്ങളിലേക്ക് ചേക്കേറിയ ആളുകൾക്ക് മനസ്സിലാകും ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ കുടുംബം എന്ന വ്യവസ്ഥയോട് സമരസപ്പെടാൻ കഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അണുകുടുംബം വന്നു എന്ന് മാത്രമല്ല, മൊബൈൽ കുടുംബം കൂടി വന്നു. ഒരു വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 പേരും മൊബൈലിൽ കയറിപ്പറ്റി കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ, കാണുമ്പോൾ ഇമ്പമുള്ളതാണ് മൊബൈൽ എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനാണ് മെയ് 15 ആഗോള കുടുംബദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സാമൂഹിക, മാനസിക, ആത്മീയ വികാസത്തിന്റെ ആരംഭം തന്നെ കുടുംബങ്ങളിൽ നിന്നാണ്. സ്നേഹം, പരസ്പര വിശ്വാസം, ബഹുമാനം, അനുകമ്പ എന്നിവ കൊണ്ടുള്ള രസച്ചരടിലാണ് കുടുംബങ്ങളുടെ നിലനിൽപ്പ്. വിവിധ ദേശങ്ങളിൽ, സംസ്കാരങ്ങളിൽ നിലകൊള്ളുന്ന കുടുംബങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നുതന്നെയാണ്. ജോലിയുടെ തിരക്കുകളിൽ കുടുംബത്തെ മറന്നുപോകുന്നവർ നമുക്കിടയിലുണ്ട്. മാറുന്ന സാമ്പത്തിക, സാമൂഹ്യ വ്യവസ്ഥിതി കുടുംബങ്ങളുടെ ഘടനയെ തകർക്കുന്നുവെന്ന കണ്ടെത്തലിലാണ് കുടുംബദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് 1994 മുതലാണ് അന്താരാഷ്ട്ര കുടുംബദിനം ആഘോഷിക്കുന്നത്. കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ. റിസർച്ച് ഡെസ്ക് 24.